ഇറങ്ങിപ്പോയവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയണ്ടേ? ചത്താ മരണം പറയാൻ വിളിക്കുമല്ലോ, അപ്പൊ അറിഞ്ഞാ പോരെ. എന്നാലും എന്താണ് അവളുടെ നിലപാട്, എന്താണ് അവളുടെ മമ്മിയുടെ നിലപാടെന്ന് നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? എന്തായാലും എനിക്ക് സിത്താരയെ വിളിക്കാൻ പറ്റില്ല. എന്റെ വിളിച്ച് എന്ന് കഴിഞ്ഞാൽ തന്നെ സിത്താരയ്ക്ക് കാര്യം മനസ്സിലാവും. ദാ ഇവിടെ നിക്കല്ലേ, ഇപ്പൊ ഗാഥയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട കൂട്ടുകാരി ഇവളല്ലേ. വിളിക്കടി അങ്ങോട്ട്, വിളിക്കടി. വിളിക്കണം. അമ്മേ, ദേ ഗാഥയെ വിളിക്കുന്നേ. തല്ലിക്കൊന്നാലും പാണ്ടിലോട് കയറിയാലും ഇവളൊന്നും ചാവത്തില്ല. നീ കോൾ അറ്റൻഡ് ചെയ്തേ, സ്പീക്കറിലൊന്നിട്ടെ, എനിക്കത് കേൾക്കണം. ഹലോ ഹലോ കീർത്തി, അവിടെ എന്താ അവസ്ഥ? ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാകാതെ. മുത്തശ്ശി ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. അതിന് നെറ്റിയൊന്നും പൊട്ടിയതല്ലേ ഉള്ളൂ. മുത്തശ്ശിക്ക് അല്ലെങ്കിൽ തന്നെ സുഖമില്ലാത്തതല്ലേ, തലയിടിച്ച് വീണതുകൊണ്ട് തലയൊട്ടിക്ക് എന്തോ ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന് സംശയമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിയുടെ കാര്യം ചിലപ്പോ. എന്തൊക്കെ നീ പറയുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് എന്തേലും സംഭവിച്ചാ എന്നെയല്ലേ എല്ലാവരും കുറ്റം പറയുള്ളൂ. ഗാതെ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ നവീനായാലും അമ്മാവനായാലും എല്ലാവരും ഭയങ്കര ദേഷ്യത്തില. എന്തിന്? സുമിത്രമായി പോലും ഇനി ഗാഥയെ കണ്ട പ്രശ്നമാണ്. മുത്തശ്ശിയെ പിടിച്ച് തള്ളിയതാ പ്രശ്നമായത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. കീർത്തി, അതിന് ആ തള്ളയല്ലേ കുറച്ചുകൊണ്ട് ആദ്യം ചാടി വീണത്. നീ കണ്ടതല്ലേ അത്? എനിക്കിനി അങ്ങോട്ട് വരാൻ ഒട്ടും പറ്റില്ലെന്നാണോ? തൽക്കാലം ഗാഥ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേ വേണ്ട. അവർക്കൊന്നും താല്പര്യമില്ലാതെ ഗാഥ ഇവിടെ വന്ന് കേറിക്കഴിഞ്ഞാ അത് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണം. അവിടുത്തെ കാര്യങ്ങള് എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. അത് ഞാൻ വിളിച്ചോളാം. ശരി, എന്നാ ഞാൻ ഫോൺ വെക്കാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല മോളെ, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കുഴപ്പം പിടിച്ചത് നിന്റെ അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കൊള്ളാലോ. പനിയോ തലവേദനയോ വേറെ അസുഖങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് പേടിക്കാനുള്ള പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താ ഈ നിർബന്ധം? അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സിൽ വല്ലാത്തൊരു പേടി കടന്നിട്ടുണ്ട്. സന്ധ്യക്ക് നിലവിളക്ക് വെച്ച് കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ. അത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതെങ്ങനെയാ കുറയുന്നത്? ടെൻഷൻ കിട്ടിയത് അമ്മയുടെ മനസ്സിനല്ലേ? അതവിടെ കിടന്ന് പെച്ചു പെരുകിക്കോളും. ഞാൻ കാണാത്തൊന്നല്ലോ. നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ആര്? അയാളൊന്നും ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. എന്റെ അമ്മയെ എന്തിനാ പേടിപ്പിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. തമാശയായിട്ട് കാണണ്ട. ഇതിനു മുമ്പ് ഇതുപോലത്തെ തോന്നലുണ്ടായപ്പോഴൊക്കെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ഇപ്പൊ എന്താ കരുതുന്നേ? എന്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഗാഥ, സിത്താര മേഡം അതൊരു വഴിക്ക്, ഇവിടെ പുഴയോരാണെങ്കിൽ അത് വേറൊരു വഴിക്ക്. ഇതെല്ലാം കൂടി അവൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ച് രൂപപ്പെട്ട് വരുന്നതാണ് ഈ ഒരു പേടി. അല്ലെങ്കിൽ എന്താ, ഞാൻ ഗോപാലമാമിന്റെ കൂടെ പുറത്തു പോകുന്നു, ടിക്കറ്റ് വിൽക്കുന്നു, തിരിച്ചു വരുന്നു. അതിനെന്താ? ആരെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ? ആരെങ്കിലും വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇനി ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്, നീ ഇവിടെ എന്റെ കൂടെ കിടക്ക്. നീ ഇവിടെ അടുത്തില്ലാതിരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളാം. അത് പറ. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നൊരു തോന്നൽ വരും അല്ലേ? അപ്പൊ പിന്നെ തങ്കത്തിന് പേടിയായി, ടെൻഷനായി. ഒന്നും പറയണ്ട. നീ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ശരി, ഞാനിനി അടുത്തുനിന്ന് മാറുന്നേയില്ല. പക്ഷേ മുന്നോട്ട് ജീവിക്കാനും കേസ് നടത്താനൊക്കെ ചെലവുണ്ടല്ലോ. അതിനിനി എന്ത് ചെയ്യും? നീ ഏതു നേരവും എന്റെ കൂടെ വന്ന് കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. പോകേണ്ട സ്ഥലത്തൊക്കെ നീ പോയിക്കോ. പക്ഷേ ഇപ്പൊ ഇവിടെ കിടന്നേ പറ്റൂ. എങ്കി ആയിക്കോട്ടെ. അമ്മ ആദ്യം കിടക്ക്.
മമ്മി ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ലേ? സോറി മമ്മി. ഈ പിണക്കം മമ്മി പരിഹരിക്കണ്ട. ഇത് ഞാൻ തീർത്തോളാം. കളരിക്കലേക്ക് ഞാൻ തിരിച്ചു പൊക്കോളാം. നാണം കിടുകയാണെങ്കിൽ ഞാനിത് സഹിച്ചോളാം. അത് ഞാൻ ഈ സമയം മമ്മിക്ക് തരുന്ന വാക്കാ. എത്ര മോശ സിറ്റുവേഷൻ ഉണ്ടായാലും ഇനി ഞാൻ ഒരിക്കലും നവീനോട് പിണങ്ങില്ല. ഒരിക്കലും ഞാൻ കളരിക്കലിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങൂല. ഈ ഒരു രാത്രി എനിക്കൊന്ന് വിട്ടു താ മമ്മി. മമ്മിയുടെ മോളല്ലേ പറയുന്നത്? വൺ ലാസ്റ്റ് ചാൻസ് പ്ലീസ് മമ്മി.